വന്നത്. പക്ഷെ അവിടെ പൂച്ചക്കുഞ്ഞിനെ കിട്ടിയില്ല. ഈ പറമ്പ് മുഴുവനും അന്വേഷിച്ചിട്ട് പൂച്ചക്കുഞ്ഞിനെ കിട്ടിയില്ല. ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി CID ഗോപികയെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ക്യാമറമാൻ അനുഷ്കയോടൊപ്പം മാളവിക. സ്റ്റഡിയിലേക്ക് ദേവനാരായണൻ. ഹലോ ഹലോ ദേവനാരായണൻ, കേൾക്കുന്നുണ്ടോ? മാളവിക. CID ഗോപിക ഈ സ്ഥലത്തിലേക്ക് വരുന്ന ദൃശ്യം നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ആരോ തട്ടിക്കൊണ്ടുപോയതാണല്ലോ. കിഡ്നി മറിച്ചു വെക്കുന്ന ആൾക്കാരുടെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവരെ പിടിച്ചിരിക്കുക. ശരിയാമോ? നമുക്ക് പൂച്ചേനെ കവടി നിർത്തി നോക്കിയാലോ? ഓ, മണ്ടത്തരം പറയാതെ CID ഗോപു, നമുക്കൊന്ന് മഷിയിട്ട് നോക്കിയാ പോരെ? എന്താ ഞാൻ പൂച്ചക്കുട്ടീനെ ഇവിടെ പൂച്ചയൊന്നുമില്ല. അങ്ങനെയൊക്കെ മനസ്സിലാക്കി പറ്റൂല. പൂച്ചയൊന്നുമില്ല. ആ പൂച്ചനെ തള്ള കൊണ്ട് വെച്ചതാണ്. അയ്യോ, എന്നാ പിന്നെ കേസ് ക്ലോസ് ചെയ്തേക്കാം. നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ഹലോ മാളവിക, വല്ല വിവരം കിട്ടിയോ? പൂച്ചക്കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു. ആ സന്തോഷ നിമിഷമാണ് ഇവിടെ ഈ കാണുന്നത്. പൂച്ചേനെ തേടി നടന്ന് വെറുതെ ആയിപ്പോയി. അതിന്റെ അമ്മ തന്നെയാണ് അതിനെ കൊണ്ടുപോയത്. ഇത്ര നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് ഈ ചാനലില് യാതൊരു വിഷമവുമില്ല. കാരണം ചില സീരിയൽ അന്വേഷിച്ച് ചാനലിൽ ഒരു ദിവസം തന്നെ കളഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് അവസാനിപ്പിക്കാനായി നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.